അവയവ തകരാറുകൾ മൂലം കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 4000-ഓളം ആളുകൾക്ക് മാത്രമേ അവയവങ്ങൾ കിട്ടാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരിൽ 15% പേരും അവയവങ്ങൾ ലഭിക്കാത്തതിനാൽ ഓരോ ദിവസവും മരിച്ചു പോകുന്നു. 10 മിനിറ്റിൽ ഒരാൾ എന്ന ക്രമത്തിൽ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഒട്ടനവധി രോഗികൾ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും അവയവങ്ങൾ കിട്ടാതെ മരണപ്പെടുന്നു. കേരള സർക്കാരിന്റെ പഠനപ്രകാരം 2000-ഓളം ആളുകൾ വിവിധതരം അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പേരും വൃക്കരോഗികളാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവയവദാനമല്ലാതെ മറ്റൊരു പോംവഴിയില്ല. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുകയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയമേവ ദാനം ചെയ്യുക വഴിയോ മാത്രമേ ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. BP വെക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഇങ്ങനെ ക്രിയാറ്റിന്റെ ലെവല് ലേശം വ്യത്യാസമുള്ളതായിട്ട് മനസ്സിലായത്. ഒരു മിനിമം വളരെ സ്ലൈറ്റായിട്ട്. അപ്പം പ്രത്യേകിച്ച് പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല, BP മാത്രം ഒന്ന് കൺട്രോൾ ചെയ്ത് പോയിരുന്നാൽ മതി. പിന്നെ ഫുഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക, സോൾട്ടൊക്കെ ഇല്ലാതൊക്കെ ആയിട്ട് കഴിക്കുക. അപ്പം അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അതനുബന്ധിച്ച് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു പനി വന്നതിന് ശേഷം അത് പെട്ടെന്ന് അങ്ങോട്ട് ഷൂട്ടപ്പ് ചെയ്തു. ഷൂട്ടപ്പ് ചെയ്തെന്ന് വെച്ചാൽ അത് വളരെ 10ലേക്ക് കിടന്നു. അപ്പം എനിക്ക് വളരെ ബുദ്ധിമുട്ട് തുടങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ഡോക്ടറിനോട് ശ്രദ്ധിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കെ പിന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് വേറെ ഡോക്ടറിൻ്റെ അടുത്ത് പോകാനിടയായി. അപ്പോൾ CSC സഭയിലെ ഒരു അച്ഛൻ വഴിയാണ് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അവർ ഒരു ഡോക്ടർ സൂസൻ, അപ്പോൾ അവരുടെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഡോക്ടറും കൂടിയാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർ സൂസൻ. അപ്പോൾ എന്നെ കണ്ടോടനെ പറഞ്ഞു സംഗതി വളരെയധികം ക്രിട്ടിക്കലായിട്ടുണ്ട്, അപ്പോൾ പറ്റുമെങ്കിൽ നാളത്തേക്ക് നീട്ടണ്ട, ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല, അങ്ങനെ ഡയാലിസിസോ അല്ലെങ്കിൽ മറ്റു ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു സൗഖ്യം പ്രാപിക്കുന്നുള്ളൊരു ഫീലിങ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ചെറായിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വേറെ 2 പ്രൊഫഷണൽ ഹൗസിൽ 2 അച്ഛന്മാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടിയെന്ന് ആലോചിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അന്നൊരു സൺഡേ ആയതുകൊണ്ട് എനിക്ക് വരാനായിട്ട് മടിയുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ ഹോസ്പിറ്റലിൽ അധികം എൻ്റർടൈൻ ചെയ്യില്ലല്ലോ. പക്ഷേ എല്ലാവരും നിർബന്ധത്തിൽ പിന്നെ ഹോസ്പിറ്റലിൽ വന്നു പറഞ്ഞ പ്രിൻസിപ്പൽ അഡ്മിറ്റായി. അവിടെ ഭാഗ്യത്തിന് ചെന്നപ്പോൾ മൂത്ത മോൻ്റെ തന്നെ ഒരു ഫ്രണ്ടായിരുന്നു അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെയധികം നമുക്ക് വേണ്ട ആശ്രമ സിറ്റിയിൽ അപ്പോൾ വേണ്ട പരിഗണന ഒക്കെ കിട്ടി. വേഗം അവരെല്ലാം ചെക്കിംഗ് എല്ലാം തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഡയാലിസിസ് ചെയ്യാനുള്ള അതിൻ്റെ ആരംഭം കുറിച്ച്. അപ്പം അങ്ങനെ ഡയാലിസിസിലേക്ക് കടന്നു. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇത് വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഇമ്മീഡിയറ്റ് ട്രാൻസ്ലേഷൻ നോക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ അവർ ഒപ്പീനിയൻ പറഞ്ഞു. പക്ഷെ അത് നമുക്ക് അത്ര പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കേസ് ഡയാലിസിസും പിന്നെ ട്രാൻസ്ലേഷനിലേക്ക് കയറുന്ന ചെയ്തു നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഡയാലിസിസിലേക്ക് കിടന്ന് അങ്ങനെ ഒരു 4-5 മാസത്തോളം ഡയാലിസിസിലേക്ക് പോയി. അപ്പോൾ നമ്മളൊരു ഇതിനകത്തൊരു ഡോണറാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഡോണർ കിട്ടാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ അത് ആര് കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളൊരു ഭയങ്കര ചിന്തയിലായിരുന്നു ഉണ്ടായത്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ആദ്യം ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. ഇത് സഡൻ ന്യൂസ് ആയിരുന്നു എല്ലാവർക്കും, വീട്ടിലെല്ലാവർക്കും ഇതൊരു സഡൻ ന്യൂസ് ആയിരുന്നു. ഒരു ഓൾമോസ്റ്റ് വർഷങ്ങളായിട്ട് അസുഖമുണ്ട്, പക്ഷേ അതെല്ലാം മെഡിസിൻസിൽ ഇങ്ങനെ ടാലി ചെയ്ത് പോവുമായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ ഒരു ലെവലിൽ എത്തണത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിത് അറിഞ്ഞത്. നമുക്ക് കാരണം അതൊരു എൻഡ് സ്റ്റേജിൽ എത്തിയെന്ന് അറിഞ്ഞത് ഒരൊറ്റ നൈറ്റ് കൊണ്ടാണ്. അവർ പനിയോടുകൂടി പനി വന്നു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു സ്റ്റേജിലെത്തി. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ സീരിയസ്നെസ് അറിയുന്നത്.
അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണത്. ഡയാലിസിസ് ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞത്. ഡയാലിസിസ് കൊണ്ട് നിൽക്കില്ല എന്ന് അറിഞ്ഞത്. കേട്ടിട്ടുണ്ട്, കുറെ പേര് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമുക്കോ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. ഇത്രയും വേഴ്സ്റ്റാണെന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് മനസ്സിലാവണത്. അപ്പൊ അതാണ് നമുക്കുണ്ടായിരുന്നൊരു എല്ലാവരെയും ഒരു കുഴപ്പത്തിലാക്കിയൊരു ന്യൂസ് ആയത് കാരണം ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. മാറ്റി വെക്കണമെന്ന് അറിഞ്ഞത് ഫസ്റ്റ് മന്ത് തന്നെ അറിഞ്ഞു. ഡയാലിസിസിന്റെ ആ സെയിം മന്ത് തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ചെയ്തത് കൊണ്ട് കാര്യമില്ല, കാരണം ലൈഫ് ലോങ് ചെയ്യണം. കാരണം വീക്കിലി ത്രൈസ് ഡയാലിസിസ് വേണമായിരുന്നു. അപ്പൊ നമ്മൾ ആഴ്ചയിൽ 3 ദിവസം ഹോസ്പിറ്റലിൽ പോവുക, 5 മണിക്കൂർ അവിടെ ഇരിക്കുക, അങ്ങനെ ലൈഫ് ലോങ് പോവുക. ബിക്കോസ് 56 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 56 വയസ്സ് മുതൽ ഇനി എപ്പോഴാണാവോ മരിക്കുന്നത് അപ്പോൾ വരെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. പിന്നെ ഡയാലിസിസിന് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം, കുറേ ലൈക്ക് സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ ഉള്ള സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതിൽ നല്ലൊരു ഓപ്ഷൻ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം മകനൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പോവല്ലേ, അപ്പോൾ അതെനിക്ക് പ്രോത്സാഹിപ്പിക്കാനാണ് തോന്നിയത്. അതിനു മുൻപ് മകൻ സ്വയം തീരുമാനം എടുക്കാനായിരുന്നു. ഡോക്ടറുടെ അടുത്ത് നിന്ന് കൺസൾട്ട് ചെയ്ത് പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അതിന്റെ ആഫ്റ്റർ എഫക്ട്സും എല്ലാം അവൻ നോക്കി പഠിച്ച് മനസ്സിലാക്കി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ചേട്ടനെ എന്നെയും വിളിച്ചിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ തീരുമാനം എടുത്തു, നോന്ന് പറയരുത്, ഡാഡിക്ക് എന്റെ ലൈഫ് കൊടുക്കാൻ, ലൈഫിന്റെ പകുതി കൊടുക്കാൻ ഞാൻ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു. കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നിയത്. അപ്പൊ ദൈവത്തിന്റെ ഭയങ്കര ശക്തമായൊരു ഇടപെടലായിട്ട് എനിക്ക് തോന്നി. കാര്യം ഡോണർ ആരായിരിക്കും? അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ വിഷമിച്ച് പറയുമ്പോൾ ചേട്ടൻ എപ്പോഴും പറയും അത് തരും, ദൈവം തരും, ദൈവം തരും എന്ന് പറയുമായിരുന്നു. അപ്പൊ മകൻ തന്നെ മുമ്പിട്ട് വന്നപ്പോൾ ഇത് ദൈവത്തിന്റെ ശക്തമായൊരു ഇടപെടലായിട്ട് എനിക്ക് തോന്നി. അത് സന്തോഷം തോന്നി. പ്രത്യേകിച്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കൊടുക്കുന്ന ഡോണർക്ക് യാതൊരു വക ബുദ്ധിമുട്ടും അവർക്ക് പിന്നീട് ഉണ്ടാവില്ല. ആദ്യത്തെ ഒരു മാസം റെസ്റ്റ് പീരീഡ് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് അവർ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ ബാക്കിയൊക്കെ നോർമലായിട്ട് അത് വന്നുകൊണ്ടിരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ആൾക്കാർ ഇതിലേക്ക് മുന്നോട്ട് വന്നെന്നേ ഞാൻ പറയുള്ളൂ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അവയവദാനത്തിന്റെ അതിലേക്ക് വന്ന് മറ്റു ജീവനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു പോസിറ്റീവ് തീരുമാനം എടുക്കാൻ വളരെ നന്നായിരിക്കും. നമുക്ക് അനേകരെ ഇന്നിപ്പോ ഒത്തിരി പേര് കിഡ്നി ഇല്ലാതെ വേദനിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ കേരളത്തിൽ തന്നെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എറണാകുളത്ത് കമ്പാരിറ്റീവ്ലി കൂടുതലാണെന്ന് തോന്നുന്നു. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഈ വെള്ള ചീത്തയായിരിക്കുന്നതുകൊണ്ടേ പെരിയാറിന്റെ വെള്ളം വളരെയധികം മോശമാണ്. അപ്പൊ അതുവഴിയും ഇപ്പൊ ഒത്തിരി പേർക്ക് കിഡ്നി അസുഖങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഒരു വ്യക്തി ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യം എന്ന് വെച്ചാൽ മറ്റവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പങ്കുവെക്കുക. അപ്പൊ അത് ഏറ്റവും വളരെ നന്നായിരിക്കും. ചിറവേൽ അച്ഛന്റെ ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. പിന്നീട് ഗുഡ്നസിന്റെ അവയവദാന പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്. എല്ലാ ആഴ്ചയും ഞാൻ കാണാറുണ്ട്, മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോഴൊക്കെ തോന്നാറുണ്ട് ഇതങ്ങനെ നല്ലതാണല്ലോ, കൊടുക്കുന്നത് നല്ലതാണല്ലോ. എന്നാലും എത്രമാത്രം എന്റെ സീരിയസ്നെസ് ഉള്ളത് നമുക്കറിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് കൂടുതൽ അത് മനസ്സിലാവുന്നത്, എന്റെ വരും വരായികൾക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പൊ അത് അപ്പൊ ഇത് ആൾക്കാരിൽ മുന്നോട്ട് വന്നെന്നേ ഞാൻ പറയുള്ളൂ. രോഗത്തെ ധൈര്യമായി നേരിടുകയും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് അതിനെ അതിജീവിക്കുകയും ചെയ്ത ഈ കുടുംബം നമുക്കൊരു മാതൃകയാണ്. വൃദ്ധരായ മാതാപിതാക്കളെ അവഗണിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ അരുണിന്റെ പ്രവൃത്തിക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ആരുടെയും പ്രേരണയില്ലാതെ പ്രാർത്ഥനയുടെ കരുത്തിൽ സ്വന്തം വൃക്ക പിതാവിന് പകുത്തുകൊടുക്കുവാൻ തയ്യാറായ അരുൺ എന്ന ചെറുപ്പക്കാരൻ എല്ലാ മക്കൾക്കും എല്ലാ യുവജനങ്ങൾക്കും ഒരു വീണ്ടും വിചാരത്തിന് അവസരമൊരുക്കുകയാണ്. ഡോക്ടർ തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് ഇതിന് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത്. കാരണം ഡയാലിസിസ് എപ്പോഴും ഒരു റിസ്കി ഫാക്ടറാണ്. ഇന്ന് ചെയ്ത് നാളെ ചെയ്തു മറ്റന്നാൾ ഏത് സ്റ്റേജിലാവും നമുക്ക് പറയാൻ പറ്റൂല. ബിക്കോസ് സെയിം കിഡ്നി തന്നെ
സെയിം ഫങ്ഷൻസ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. നമ്മൾക്ക് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ യൂസ്. തൽക്കാലത്തെ ടെമ്പററി ലൈഫിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതാണ്. ഇപ്പോൾ ഡോക്ടർ ഈ കാര്യം, ഇഫ് യു വാണ്ട് എ ലോങ് ലൈഫ് ഗോ ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ, അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നല്ലൊരു അഡ്വൈസ് ആണത്. അപ്പൊ നമ്മളത് വേണ്ട രീതിയിൽ എടുത്തു. ആദ്യം തന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുഴപ്പത്തിലായി. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളൊരു, നമുക്ക് സഡൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയത് കാരണം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് എന്ന് പറഞ്ഞ സെയിം മന്ത് തന്നെ ഡോക്ടർ പറയുകയും ചെയ്തു ട്രാൻസ്പ്ലാന്റേഷൻ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു എന്താ പറയാ, ഒന്ന് അക്സെപ്റ്റ് ചെയ്തില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. പിന്നെ നമ്മളിത് എവിടെ നിന്ന് കിട്ടും, ആര് കിട്ടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനം വന്നത്. എങ്ങനെ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ അതെന്റെ പേഴ്സണലി ഉള്ളൊരു ഡിസിഷനാണ്, ആരുടെയും ഫോഴ്സിംഗ് ഇല്ല. പ്രാർത്ഥനയുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. വീട്ടിലെ അമ്മച്ചിയായാലും എപ്പോഴും കണ്ണീരൊഴുകി എല്ലാവരും നമുക്ക് വേണ്ടി കരഞ്ഞാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മോന്റെ റെക്ടറേഷനായാലും എപ്പോഴും ഇങ്ങനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും, പിന്നെ പിതാക്കന്മാര്, അതാണ് ഏറ്റവും എനിക്ക് ഇതിന്റെ ജീവിതത്തില് പിതാക്കന്മാരായിട്ട് നമുക്ക് ഒരു കോൺവെർസേഷനൊന്നും എനിക്ക് ഊഹിക്കാൻ പോലും പറ്റൂലായിരുന്നു. പക്ഷെ ഈ ഒരു റീസൺ കാരണം പിതാക്കന്മാരായിട്ട് നമുക്ക് ഇപ്പൊ ജോസ് പുത്തൻ വീട്ടിൽ പിതാ നമ്മളുടെ ഒരു സ്വന്തം ആളെ പോലെയാണ് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു സർക്കിളില് അതങ്ങനെ കടന്നുപോയി. പ്രത്യേകിച്ച് അങ്ങനെ ഇവരൊക്കെ ചെയ്യാൻ പോണത് ദൈവം അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവ് അറിയാതെ ഇത് സംഭവിക്കില്ല. പിന്നെ ക്ലേശങ്ങളും സഹനങ്ങളും ഏതെങ്കിലും തരത്തിൽ നമ്മള് ഈശോ സ്നേഹിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ സന്തോഷത്തോടുകൂടി എടുത്തു കഴിഞ്ഞാൽ ഇതിന് പ്രതിഫലം ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവർക്ക് പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇവരുടെ ഇപ്പൊ മോൻ ചെയ്യാൻ പോണ പുണ്യപ്രവൃത്തിയിൽ പ്രോത്സാഹിപ്പിക്കുക, ചേച്ചന് മാക്സിമം ശുശ്രൂഷിക്കുക. അപ്പൊ എന്റേതായിട്ടുള്ള കടമകൾ ഞാൻ ചെയ്യുക. അപ്പൊ ദൈവം അതിനൊക്കെ, കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഈ ഒരു ശുശ്രൂഷയിൽ നമ്മുടെ കടമകൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ സ്നേഹമാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അല്ല, കിട്ടാൻ സാധ്യത ഒരു നമുക്കൊരു പ്രീസ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. എന്നുവെച്ചാല് ഒരു മൗനസമ്മതം നമ്മൾ വേറെ ആൾ വഴിയിട്ടാണ്, മെച്ചി വഴിയാണ് പറഞ്ഞത്. പക്ഷെ അച്ഛന് പിന്നെ തിരക്കാണ്, അച്ഛൻ ബാംഗ്ലൂരാണ്, അപ്പന് അച്ഛന്റെ എപ്പോഴും ഫ്രീ അല്ല. അപ്പൊ അങ്ങനെ അത് വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ പിന്നെ വേറെ യാതൊരു ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മളത് അന്വേഷണം നിർത്തിവെച്ചു. ഒരു പോസിറ്റീവായിട്ട് ഉണ്ടായതെന്ന് വെച്ചാല് അത് കിട്ടും എന്നത് റെഡിയാനുള്ള ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലും മാനസികമായിട്ട് പ്രാർത്ഥനയിലായിരിക്കുകയാണ് ചെയ്തത് ഇതിനു വേണ്ടിയിട്ട്. പക്ഷെ ആര് വഴി എങ്ങനെ വഴി എന്നുള്ളത് അത് ഒരു ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് മൂത്തമോൻ ഇങ്ങനെ മുന്നോട്ട് വന്നത്. അപ്പൊ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അത് ഒരു അവയവദാനം ചെയ്യുന്നതല്ലേ, ഒരു യുവതലമുറയ്ക്ക് വേണമെങ്കിൽ പ്രചോദനമാവട്ടെ. മോനും വളരെ പോസിറ്റീവായിട്ടാണ്. എങ്കിൽ പിന്നെ അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് അതിന്റെ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടന്ന് അങ്ങനെയാണ് പിന്നെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഒരുങ്ങി റെഡിയായത്. അപ്പൊ ട്രീറ്റ്മെന്റ് വെച്ചാൽ എന്റെ ക്രിയാറ്റിൻ ലെവൽ വളരെയധികം ലോ ആയിരുന്നു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, ജോലിക്ക് പോകാം, അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ സിംറ്റംസ് ഒന്നും ഉണ്ടായില്ല. സാധാരണ ഈ കിഡ്നി രോഗികൾക്ക് നമ്മുടെ കാലുമ നീര് വരിക, നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒന്നും എനിക്കുണ്ടായില്ല. അതൊരു 2 കൊല്ലം മുമ്പ് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടിയതിനു ശേഷം എന്റെ ബോഡിയിൽ നിന്നുള്ള ആ സിംറ്റംസ് ഒക്കെ എടുത്തുപോയി. അപ്പൊ എനിക്ക് അങ്ങനെ യാതൊരു ഫീലിംഗും ഇല്ല, ഒരിതുമില്ല. ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ഇത് അൺഫോർച്ചുനേറ്റ്ലി ഒരു പനി വന്നതിന് ശേഷം അത് പെട്ടെന്ന് അത് ക്രിയാറ്റിൻ ലെവൽ ഷൂട്ടപ്പായി.
അപ്പോൾ അതിൻ്റെ എനിക്ക് SBA ഡൗൺ ആയി. എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ വളരെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോയത്. ഡോക്ടർ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞപ്പോൾ അത് അധികം നീട്ടിക്കൊണ്ട് പോകാതെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്താൽ നല്ലത്. കാരണം ഡയാലിസിസ് എടുക്കുന്ന ആളിങ്ങനെ നടക്കും. അത് വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ആണ് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് കിടന്നത്. അവര് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു കാര്യം എന്നീന്ന് ഞാൻ പറയുന്നുള്ളൊരു ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ വേണം എന്നുള്ള ഡോക്ടേഴ്സ് എടുത്തിട്ട് ഒരു ചെറിയ മീറ്റിംഗ് പോലെ ഉണ്ടായിരുന്നു ബിഗിനിങ്. അപ്പൊ ആ സമയത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് എവിടെ നിന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് കേട്ടിട്ട് അവരെന്നോട് വെറുതെ ചോദിച്ചതാണ്, വാട്ട് ഈസ് യുവർ ഏജ് എന്ന് വെറുതെ ചോദിച്ചു. ഞാൻ പറഞ്ഞു 25. അപ്പൊ അവര് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്കും കൊടുക്കാം, 18 വയസ്സ് മതി, 18 വയസ്സുണ്ടെങ്കിൽ യു ക്യാൻ ഡൊണേറ്റ് യുവർ കിഡ്നി എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എതിർത്ത്, പറ്റൂല എനിക്ക്, ഐ ഗോട്ട് എ ലൈഫ്, ശരിയാവൂല എന്ന് പറഞ്ഞു. പിന്നെ അതെന്നെ ആ ചിന്ത വളരെ അലട്ടി മനസ്സിൽ. പിന്നെ അതൊരു സ്പിരിച്വൽ വേയിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് എ സ്പെഷ്യൽ കറേജ്. അത് എവിടെ നിന്നാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇറ്റ് വാസ് സോ സ്പെഷ്യൽ. കാരണം ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ മെന്റലി ഐ വാസ് ടോർച്ചേർഡ് പല ഭാഗത്തുനിന്നും. കാരണം എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ എനിക്കറിയാവുന്നവർ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല. വേറെ എവിടെ എന്തെങ്കിലും എടുത്തൂടെ, എന്തിനു നീ വെറുതെ കൊടുത്ത് ഇറ്റ്സ് യുവർ ലൈഫ് എന്നുള്ളൊരു രീതിയിൽ. കാരണം അവർക്കും ഡൗട്ടായിരുന്നു ഇതെങ്ങനെയാണെന്നുള്ളൊരു, എവിടെ എത്തും എന്നുള്ളൊരു ചോദിച്ചിന് ഉണ്ടായിരുന്നു. പിന്നെ സ്ലോലി കാര്യങ്ങൾ സീരിയസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ എല്ലാവരും ഓക്കെ. പിന്നെ അവർ കിട്ടിയ സപ്പോർട്ട് ഇറ്റ് വാസ് ഗുഡ്. അല്ല, വിഷമം ഒത്തിരി എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഹസ്ബൻഡിന് ഇത് പാവം ആ മനുഷ്യന് ഇത് ഇങ്ങനെ വന്നല്ലോ എന്നുള്ളൊരു വിഷമം തോന്നി. പക്ഷെ ഈശോ എന്നെ എപ്പോഴും വിശുദ്ധീകരിച്ചോണ്ടിരിക്കുക. അത് എന്റെ ജീവിതത്തില് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ എന്നെ എപ്പോഴും ഈശോ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈശോ ഈ ചെയ്യുന്നതും എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് റോമ 8:28 എപ്പോഴും ആ സമയത്തൊക്കെ ഇങ്ങനെ വചനം വരുന്നത്, എന്നെ സ്നേഹിക്കുന്ന എന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. അപ്പൊ ദൈവം ഇത് നന്മയ്ക്കായിട്ട് മാറ്റും. കാര്യം നമുക്കൊരു പ്യൂരിഫിക്കേഷൻ മരണം വരെ ആവശ്യമാണ് എല്ലാവർക്കും. ഇപ്പൊ ഹസ്ബൻഡിനായാലും മകനായാലും എനിക്കായാലും ആർക്കായാലും ഒരു പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പൊ ഇതിൽ കൂടെ ഞങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാൻ പോകുന്നു. അപ്പൊ ദൈവം വലിയൊരു സമ്മാനം നമ്മൾക്ക് ഒരു വലിയൊരു സമ്മാനം തരാമെന്ന്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഈശോനോട് ഒട്ടും പരാതി പറയാനല്ല, ഈശോയ്ക്ക് നന്ദി പറയാനാണ്. ഇതിനെ ഓർത്ത് നന്ദി പറയാനേ തോന്നിയിട്ടുള്ളൂ. ഈശോയെ അങ്ങേക്ക് നന്ദി. പക്ഷെ നമുക്ക് കേൾക്കുന്നവർക്ക് അതൊരു ഉൾക്കൊള്ളാൻ പറ്റൂല. ഇതിനെ ഓർത്ത് ദൈവമേ, ഈ സങ്കടത്തെ ഓർത്ത് നന്ദി പറയുക, ഈ രോഗത്തെ ഓർത്ത്. ഈ രോഗം എന്ന് കേട്ടപ്പോ തന്നെ എല്ലാവരും ഞെക്കി തെറിച്ചിരിക്കുമ്പോ നമുക്ക് ഈ രോഗത്തെ ഓർത്ത് എങ്ങനെ നന്ദി പറയാം. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളില് ഈശോ ഇത് ഇങ്ങനെ എന്താ പറയണ, മുന്തിരിച്ചെടി ആ ശാഖകളെ വെട്ടിയൊരുക്കണ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മളെ വെട്ടിയൊരുക്കുന്ന ഇത് വഴി നമ്മളിൽ ഒത്തിരി ഫലങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഫലങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമ്മളെ വെട്ടിയൊരുക്കുക. എളിമ എന്ന പുണ്യം, ക്ഷമ എന്ന പുണ്യം, അങ്ങനെ പല പുണ്യങ്ങൾ നമ്മളിൽ പൂക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ ഒരു വെട്ടിയൊരുക്കല്, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇത് ഈശോനോട് ഞാൻ ഒരിക്കലും ഇതിനെ കുറിച്ച് പരാതി ചോദിക്കത്തില്ല. ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വിഷമം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇവരുടെ രോഗം കാണുമ്പോ ചേട്ടനാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണ പോലും പേടിയുള്ള ആളാ. അപ്പൊ ഇങ്ങനെ ഒത്തിരി ഇഞ്ചക്ഷൻ എടുക്കണം, അതൊക്കെ ഞാൻ നോക്കിയിരിക്കും. ഇവർക്ക് മകനായാലും ചേട്ടനായാലും ഇഞ്ചക്ഷൻ എടുക്കണം നോക്കിയിരിക്കും. അപ്പോ രക്തം ചിന്താതെ പാപമോചനമില്ല, ആ വചനം ഞാൻ പറഞ്ഞിട്ട് പറയും, ഈശോയെ ഈ രക്തം ചിന്തുന്ന വഴി ഈശോ ഒത്തിരി രക്തം ചിന്തി, പാപികൾക്ക് വേണ്ടി രക്തം ചിന്തി. ഇതേപോലെ ചേട്ടനും മകനും രക്തം ചിന്തിക്കൊണ്ടിരിക്കണം. ഇതുവഴി അനേകം ശുദ്ധീകരാത്മാക്കൾക്ക് രക്ഷ, അനേകം പാപികൾക്ക് രക്ഷ. ഓരോ തുള്ളി രക്തം പാഴാക്കി കളയാതെ അനേകം പേർക്ക് രക്ഷയായിട്ട് ഇത് മാറ്റണേ.
ഇവരുടെ സഹനം രക്ഷയാക്കി മാറ്റണം, ഒരു സഹനം പോലും പാഴാക്കി പോവല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചേട്ടന് ഫോളോ അപ്പിന് പോകുമ്പോൾ ബ്ലഡ് എടുക്കും അവര്. ബ്ലഡ് എടുക്കുമ്പോഴും അത് 3 ബോട്ടിലൊക്കെ ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കണം, ഓരോ തുള്ളി രക്തം വലിച്ചെടുക്കുമ്പോഴും അത് അനേകം പേർക്ക് അത് രക്ഷയാക്കി മാറ്റണേന്നാണ് പറയണത്. രക്തം ചിന്താതെ പാപമോചനമില്ല. അപ്പൊ ഈ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഈ രക്തത്തെ അങ്ങ് അത് രക്താകരമാക്കി മാറ്റണേ. ഇത് ഞാൻ ആദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴത് ദൈവിക ഇടപെടലാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. എങ്കിൽ പിന്നെ ഇത് തന്നെ ആയിരിക്കും നല്ലതെന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് എനിക്ക് ഉണ്ടായത്. കാര്യം ഒരു വ്യക്തി സ്വന്തം അപ്പനെ രക്ഷിക്കാനായിട്ട് ജീവൻ പങ്കുവയ്ക്കുന്നു, അത് വളരെ സന്തോഷത്തോടെ ചെയ്യുന്നു. അത് ഏറ്റവും നല്ലൊരു കാര്യമാണല്ലോ. ഒരു വ്യക്തിയെ പുണ്യം ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സ്റ്റേജ് ആണല്ലോ. അപ്പൊ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാന്നുള്ള ഫീലിങ്സാണ് ഞങ്ങൾ രണ്ടുപേർക്കും തോന്നിയത്. അപ്പൊ അങ്ങനെ ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. പിന്നെ അങ്ങനത്തെ ഒരു ഉറച്ചു നിന്നാൽ പിന്നെ നമുക്ക് യാതൊരു വേറെ ഫീലിങ്സ് ഒന്നുമില്ല. അതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയി. കാര്യം ഇത് അനേകർക്ക് ഒരു സാക്ഷ്യമാകട്ടെ എന്നൊരു ഫീലിങ്സ് മനസ്സിലുണ്ടായിരുന്നു. കാര്യം യുവാക്കളെ ഇതിലേക്ക് കൂടുതൽ പ്രോത്സാഹനം കിട്ടട്ടെ. കാര്യം ഇതിനെക്കുറിച്ച് മിക്കവർക്കും അറിവില്ല ഇതിന്റെ കൊടുത്താൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള അറിവ് കുറവാണ്. എങ്കിൽ പിന്നെ അത് മോന്റെ കാഴ്ചപ്പാടാണ് ഇതൊക്കെ. അപ്പൊ അനേകർക്കൊരു മെസ്സേജ് ആവുകയും പക്ഷെ സ്വന്തം വീട്ടിൽ തന്നെ അപ്പനെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മെസ്സേജ് ആണല്ലോ. മറ്റുള്ളവർക്ക് മെസ്സേജും ആവട്ടെ. അപ്പൊ അതിൽ വരുന്ന റിസ്കുകൾക്ക് നമ്മൾ തന്നെ സ്വയം ദൈവത്തെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി. അതാണ് ഇതിലെ ഏറ്റവും ഇത്. പിന്നെ നമ്മൾ ഇതിന്റെ ട്രാൻസ്പ്ലാന്റേഷന് മുമ്പായിട്ട് അരമനയിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അന്ന് ദൈവാനുഗ്രഹത്താൽ നമ്മുടെ എറണാകുളം അതിരൂപതയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അതിരൂപത എറണാകുളം തന്നെയാണ്. അവിടെ 3 പിതാക്കന്മാരും കാണാനൊരു അവസരം ഉണ്ടായിരുന്നു. ആലഞ്ചേരി പിതാവ്, സെബാസ്റ്റ്യൻ പിതാവ്, പുത്തൻപിട്ടിൽ പിതാവ്. 3 പേരും വളരെ സന്തോഷത്തോടെ അത് സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് അനുഗ്രഹിച്ച്. ആലഞ്ചേരി പിതാവ് വളരെ ഫ്രീ ആയിരുന്നു. അത് മോന്റെ അടുത്ത് പറയണം, നീ എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്ത് കയറി വന്നോ, ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. അങ്ങനെ വളരെ പ്രോത്സാഹനം തന്നു. അതോടൊപ്പം പിന്നെ പുത്തൻപിട്ടിൽ പിതാവാണെങ്കിൽ ഞങ്ങളെ വളരെയധികം ഹാർദവമായി സ്വീകരിച്ച് വീടിന്റെ എല്ലാ വിശേഷങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാം പറഞ്ഞു. അച്ഛൻ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിതാവ് കൂടെ ഞങ്ങൾ വിളിച്ചു ചോദിക്കുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക്, എന്താ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രസ് എന്തായി, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായി. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു അപ്പൻ മക്കളെ വിളിക്കുന്ന പോലെ തന്നെ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഞങ്ങൾക്ക് ഒത്തിരിയധികം സന്തോഷവും വളരെ അനുഗ്രഹമായിട്ട് തോന്നി. പിന്നെ അതിനുശേഷം ഞങ്ങളെ കാണാനായിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു പോയി. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ അത് തോന്നുന്നു. ഇന്ന് പോലും ഞങ്ങൾ ഇങ്ങോട്ട് ഈ ഷൂട്ട് ലൊക്കേഷനായിട്ട് വരുന്നതിന് മുമ്പായിട്ട് പിതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് പറയുകയും ചെയ്തു. അപ്പൊ എന്ന പോലെ എപ്പോഴും നമ്മളുടെ ഒരു പിതാവിന്റെ സ്നേഹം അനുഭവിക്കുന്ന വെച്ചാൽ ഞങ്ങളെ വളരെയധികം അത് അനുഗ്രഹമായിട്ട് അത് തോന്നിയിരുന്നു. അതോടൊപ്പം പിന്നെ ഇടവ് വേരേച്ചനടുത്ത് പറഞ്ഞിരുന്നു, അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ഇപ്പൊ ഞങ്ങളുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ശാലോം എന്ന് പറഞ്ഞ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, പിന്നെ അവിടെ റിഫുൽസ് എന്ന് പറഞ്ഞ ദമ്പതി കൂട്ടായ്മ ഉണ്ട്. ഞങ്ങൾ അതിൽ മെമ്പേഴ്സാണ്. പ്രത്യേകിച്ച് അവര് ഞങ്ങളുടെ ട്രാൻസ്ലേഷന്റെ ആ സമയത്ത് നിത്യാരാധന ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഇടവക തലത്തിലും ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇടവക തലത്തിലും മാത്രമല്ല, ഞങ്ങൾ അറിയപ്പെടുന്ന ധ്യാനകേന്ദ്രങ്ങൾ, ചിറ്റൂർ ധ്യാനകേന്ദ്രത്തില് അവിടുന്ന് ഉപ്പാണിയച്ഛൻ ഞങ്ങളെ ആശുപത്രിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അവിടെയുള്ള എല്ലാ ശുശ്രൂഷകരും, അതുപോലെ തന്നെ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട CSC സെമിനാരി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ മോൻ CSCയിലായിരിക്കുന്നതുകൊണ്ടും പിന്നെ അവിടുത്തെ എല്ലാവരോടും വളരെയധികം അടുപ്പമുള്ളതുകൊണ്ടും അവിടുന്ന് ഭയങ്കര ശക്തമായ പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരുന്നു. CSC അച്ഛന്മാരുടെ അവിടെ 90ഓളം ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഞങ്ങൾക്ക് വേണ്ടി അറിഞ്ഞ അന്ന് മുതൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ സ്നേഹാലയം എന്നൊരു ധ്യാനകേന്ദ്രം ചൂണ്ടിയിൽ, പിന്നെ ദർശനം ധ്യാനകേന്ദ്രം ഇല്ലിത്തോട്, പിന്നെ അതോടൊപ്പം ഇപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥന സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അതിലുപരിയായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മളുടെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. പ്രാർത്ഥന സഹായം. എന്റെ മാതാപിതാക്കള് മരിച്ചുപോയി, പക്ഷെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കള് ജീവിച്ചിരിപ്പുണ്ട്. അവരും അവരുടെ ബ്രദേഴ്സും എല്ലാവരും, അതുപോലെ എന്റെ സഹോദരനും സഹോദരിമാരെല്ലാവരും അവർ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രത്യേകിച്ച് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ പല വ്യക്തികളിലൂടെ ഞങ്ങൾക്ക് പിന്നെ പ്രാർത്ഥന സഹായം, സാമ്പത്തിക സഹായം കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു
നന്നായിട്ട് അത് എല്ലാ കാര്യം ചെയ്യാൻ സാധിച്ചത്. അതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് എല്ലാവരുടെയും ആ സ്നേഹത്തിന്റെയും ആ പങ്കുവെക്കലിന്റെയും ആ ഒരു ഫീലിങ്സ് ഞങ്ങൾ അനുഭവിച്ചറിയുമായിരുന്നു. സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവം അതെങ്ങനെ വേണേലും പ്രകടിപ്പിക്കാം. ഇപ്പോ ഭൂരിഭാഗം ഞാൻ കാണുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഓറിയന്റഡ് സംഭവം. ഇപ്പം മണി ഓറിയന്റഡ് ആണ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഓറിയന്റഡ് ആണ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്തെങ്കിലും ഒരു കാര്യം സ്വന്തം കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന എന്തെങ്കിലും എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. അതായത് സ്വയമേവ ഇല്ലാണ്ടാക്കി ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പൊ അതാണ് ഞാൻ സ്വീകരിച്ചത്. തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് തന്റെ ഉള്ളത് ഷെയർ ചെയ്ത് കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ സ്നേഹം. അത് വീട്ടിലായാലും ഏത് കാര്യത്തിലായാലും ആരോടായാലും. ദാറ്റ് ഇസ് കോൾഡ് ദ റിയൽ ലവ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് അത് തന്നെ. കുരിശിൽ കയറി സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അങ്ങോട്ട് മരിച്ചതല്ല, എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും പാപമോചനത്തിന് വേണ്ടിയിട്ട് സ്വയം കുരിശിലേറി. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും. അപ്പൊ ആ ഒരു ഇത് ആണ് വളരെ എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. അപ്പം എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ എന്ന് എനിക്ക് തോന്നി. കാര്യം എക്സ്പ്രസ് ചെയ്യണം, പല രീതിയിലും നമുക്ക് ചെയ്യാം, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വ്യത്യാസപ്പെടുത്തി കൊടുക്കുക, അതെപ്പോൾ വേണേലും കയ്യിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പൊ ഇത് അല്പം പെർമനന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഉപയോഗിച്ചു. അവയവങ്ങൾ ദാനം ചെയ്യാൻ മടിക്കുന്നവരാണ് നമ്മളിൽ പലരും. അവയവങ്ങൾ ലഭിക്കാതെ ദിനംപ്രതി മരണപ്പെടുന്നവരും ധാരാളമുണ്ട്. അവിടെയാണ് പിതാവിന് പുതുജീവൻ നൽകിയ ഈ മകന്റെ ഉറച്ച തീരുമാനത്തിന്റെ വില. ഇത്തരമുള്ള യുവതലമുറ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവയവദാനം ചെയ്തോ അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയോ തങ്ങളാലാവുന്ന വിധം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. പ്രൊഡ്യൂസർ ജീവൻ പങ്കിട്ടവർ, ഡിവൈൻ വിഷൻ, ചാലക്കുടി, തൃശൂർ.